ഹലോ. അപ്പൊ അന്ന് സ്പായൊക്കെ ചെയ്തിട്ട് നേരെ ഒരു സ്ഥലത്തോട്ട് പോകാമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾ നേരെ പോയത് ഫ്രഞ്ച് കഫേയിലാണ് ഗൈസ്. പൊതുവെ ബിരിയാണി മന്തിയൊക്കെ കഴിക്കുമ്പോൾ എന്തുണ്ട് വെറൈറ്റി ട്രൈ ചെയ്തൂടാ എന്ന് പറഞ്ഞ് ഞാനാണ് ഇവിടെ പിടിച്ച് കയറ്റിയത്. കഫേ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്, പക്ഷെ എന്നാലും കുറച്ച് എക്സ്പെൻസീവ് ആണ്. അങ്ങനെ കുറെ നേരം മെനു ഒക്കെ തപ്പി തപ്പി ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാസ്ത ഫാനാണ് ഗൈസ്. സോ അങ്ങനെ അതുകൊണ്ട് കുറെ നാളത്തെ ഒരു ക്രേവിംഗ് ആയിരുന്നു പാസ്ത കഴിക്കണം എന്ന്, അത് ഇവിടുന്ന് കഴിക്കണം എന്ന്. സോ ഞങ്ങൾ ഓർഡർ ചെയ്ത് ക്രീമി പാസ്ത ആണ്, വെജാണ്. അടിപൊളിയായിരുന്നു സാധനം. ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റ് നമ്പർ 2 ഐറ്റം എന്ന് പറയുന്നത് ക്രിസ്പി സ്ട്രിപ്സ് ആണ്. ഞാൻ ഇതുപോലത്തെ ഇത്രയും ക്രിസ്പി ആയിട്ട് സ്ട്രിപ്സ് വേറെ ഒരിടത്തൊന്നും കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് ക്രിസ്പിയാണ്. നമ്മൾ നോർമലി സ്ട്രിപ്സ് മേടിക്കുമ്പോഴത്തേക്ക് ഇത്രയും ക്രിസ്പ് ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ചിലപ്പോൾ കാണുമായിരിക്കും, ഞാൻ കഴിച്ചിട്ടില്ല. അടുത്തത് നമ്മുടെ തേർഡ് ഡിഷ്, അതൊരു ഡെസേർട്ടാണ്. ഇതെന്ന് പറയുന്നത് ചോക്കോ ലവ ബൺ. ആ കപ്പിൽ തന്നത് ഹോട്ട് ചോക്ലേറ്റ് ആണ് ഗൈസ്. ഡാർക്ക് ചോക്ലേറ്റിന്റെ മിക്സ് ആണ്. എന്നിട്ട് കയ്പൊന്നും ഇല്ലായിരുന്നു, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോഴേ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ അത് മാത്രം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് ഇത് ഫുൾ ആ ബണ്ണിന്റെ മുകളിൽ ഒഴിക്കണം എന്നാണ്. പക്ഷെ ഇത്ര ഒഴിച്ചപ്പോഴേ എന്റെ മാതാശ്രീ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, മതി ഓവറായിട്ട് ഒഴിക്കണ്ട, അവസാനം മത്താവും എന്നിങ്ങനെ. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി അത് കട്ട് ചെയ്ത് ഞാൻ അതിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു ഗൈസ്. സംഭവം ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്ര ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. അത് നിങ്ങൾക്ക് എന്റെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ മനസ്സിലാവും. അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ചോക്ലേറ്റ് സോസിന്റെ ടേസ്റ്റും അകത്തുള്ള ആ ലാവാടെ ഇതും കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. ബാക്കി അതർവൈസ് ഇറ്റ്സ് ഗുഡ്. സോ ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.